നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളെന്ന് പറഞ്ഞാൽ നാഗങ്ങളാണ്. നാഗങ്ങൾക്ക് ഹിന്ദു വിശ്വാസപ്രകാരം ദൈവിക പരിവേഷം നൽകിയിട്ടുണ്ട്. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാരണം നമ്മളിന്ന് ഏത് ക്ഷേത്രത്തിൽ പോയി നോക്കിയാലും അവിടെയൊക്കെ ഉപദേവതയായിട്ട് എന്തുണ്ട്? ആ ഉപദേവതയായിട്ട് നാഗപ്രതിഷ്ഠ ഉണ്ടായിരിക്കും. നാഗപ്രതിഷ്ഠ ഇല്ലാത്ത ഒറ്റ ക്ഷേത്രം പോലും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഉണ്ടോ? എല്ലാ ക്ഷേത്രങ്ങളിലും എന്തുണ്ടായി? നാഗപ്രതിഷ്ഠ ഉണ്ടായിരിക്കും. നാഗങ്ങളെ നമ്മൾ ദൈവങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയെപ്പോലും താങ്ങി നിർത്തുന്നത് നാഗങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ സർപ്പക്കാവുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ടാണ് സർപ്പക്കാവുകളൊക്കെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, സർപ്പക്കാവുകളുള്ള സ്ഥലത്തൊക്കെ ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ആണ് കേട്ടോ. നല്ലൊരു ഓക്സിജൻ സപ്ലൈ ഉള്ള സ്ഥലമാണ് സർപ്പക്കാവുകളൊക്കെ ഉള്ള പ്ലേസ്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് സർപ്പക്കാവൊക്കെ സംരക്ഷിക്കണമെന്ന്. അപ്പം ഞങ്ങളുടെ ഒരു കുടുംബക്കാവുണ്ട്, ഒരു സർപ്പക്കാവാണ്. എമ്പട്ടാഴിക്കാവ് എന്ന് പറയും. എമ്പട്ടാഴിക്കാവ് സ്ഥിതി ചെയ്യുന്നത് കടമ്പനാടാണ്. അത് ഞങ്ങളുടെയൊക്കെ ഒരു കുടുംബക്കാവാണ് കേട്ടോ. അപ്പം അവിടെ പ്രതിഷ്ഠിത നാഗരാജാവ് നാഗയക്ഷിയമ്മയൊക്കെയാണ്. അതുപോലെ തന്നെ എല്ലാ മാസവും ആയില്യത്തിന് ഈ കാവിൽ വിശേഷ പൂജകളൊക്കെ ഉണ്ട്. അങ്ങനെ